Hi all, welcome to CC Plus. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നവോദയ എൻട്രൻസ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമുക്ക് എങ്ങനെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതേപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച്, അതായത് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാറുണ്ട് അല്ലേ. അപ്പൊ അതിന് ഒരു നമ്പർ തന്നാൽ അതിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്യൂബ് റൂട്ട് പഠിക്കുന്നതിന് മുന്നേ, ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബുകൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കുക. ക്ലിയർ ആണോ? 1 തൊട്ട് 10 വരെയുള്ള ക്യൂബുകൾ കാണാതെ പഠിച്ചു വെച്ചേക്കുക. നോട്ട് ചെയ്തേ. 1 ക്യൂബ് 1 അല്ലേ, 2 ക്യൂബ് 8, 3 ക്യൂബ് 27, 4 ക്യൂബ് 64, 5 ക്യൂബ് 125, 6 ക്യൂബ് 216, 7 ക്യൂബ് 343, 8 ക്യൂബ് 512, 9 ക്യൂബ് 729, 10 ക്യൂബ് 1000. നിങ്ങൾക്ക് സ്ക്വയറുകൾ എന്തായാലും എല്ലാവർക്കും അറിയാം അല്ലേ. 1 തൊട്ട് 10 വരെയുള്ള സ്ക്വയറുകൾ അറിയാം. അങ്ങനെ തന്നെ നിങ്ങൾ കാണാൻ പഠിക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പം 5 ക്യൂബ് അതെന്താണെന്ന് ചെയ്യുന്നതിന് മുന്നേ എന്താണ് 5 സ്ക്വയർ 25 എന്ന് പറയാം, 25 × 5 അങ്ങനെ തന്നെ 2-3 പ്രാവശ്യം ചെയ്ത് തന്നെ നോക്കിയോളുക. അപ്പോഴത്തേക്ക് നിങ്ങളത് കാണാൻ പഠിച്ചോളും. ഓക്കെ, 2-3 പ്രാവശ്യം ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ വാല്യൂസ് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം 1 തൊട്ട് 10 വരെയുള്ള ക്യൂബുകൾ കാണാതെ പഠിച്ചു വെച്ചേക്കാം. അതിനുശേഷം അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് നോക്കിയേ. 1 ക്യൂബ് 1 അല്ലെ, 1 എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പറിന്റെ ക്യൂബ് എടുത്താലും അതിന്റെ യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ അതിന്റെ വൺസ് പ്ലേസിലും 1 തന്നെ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ 1ൻ്റെത് ഏത് നമ്പർ 1ൽ എൻഡ് ചെയ്യുന്ന ഏത് നമ്പറിന്റെ ക്യൂബ് എടുത്താലും അതിന്റെ യൂണിറ്റ് പ്ലേസിൽ 1 തന്നെ. ഇനി 4 നോക്കിയേ. 4ൻ്റെത് 4 ക്യൂബ് 64 അല്ലെ, 4 എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പറിന്റെ ക്യൂബ് എടുത്താലും അതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും? 4 തന്നെ ആയിരിക്കും. അതേപോലെ 5 നോക്കിയേ, 5 അല്ലെ, 6 നോക്കിയേ, 6 തന്നെ, 9 നോക്കിയേ, 9 തന്നെ. അപ്പൊ 1, 4, 5, 6, 9 അല്ലെ, ഈ നമ്പേഴ്സ് എല്ലാം എന്താ, അതാണ് യൂണിറ്റ് പ്ലേസ് വരുന്നത്. അത് നമ്മൾ ക്യൂബ് എടുത്താൽ എന്തായിരിക്കും? ഈ നമ്പേഴ്സ് തന്നെ, അതാത് നമ്പേഴ്സ് തന്നെ ആയിരിക്കും അതിന്റെ വൺസ് പ്ലേസിൽ വരുന്നത്. ക്ലിയർ ആണോ? ഇനി അതിൽ പെടാത്തതാണ് നോക്കിയേ. 2ൻ്റെത് എന്താ? 8 ആണ്. അപ്പൊ 2 എൻഡ് ചെയ്യുന്ന ഏത് നമ്പറിന്റെ ക്യൂബ് എടുത്താലും അതിന്റെ വൺസ് പ്ലേസിൽ എന്തായിരിക്കും വരുന്നത്? 8 ആയിരിക്കും വരുന്നത്. ക്ലിയർ ആണോ? ഇനി 8 നോക്കിയേ. 8ന്റെ വൺസ് പ്ലേസിൽ എന്താ വന്നത്? 2 അല്ലെ. അപ്പൊ അതങ്ങോട്ട് തിരിച്ചും മറിച്ചും പഠിക്കുക. 2ൻ്റെത് 8, 8ൻ്റെത് 2. ക്ലിയർ ആണോ? 2ന്റെ എന്താണ്? 8 വരും, 8ന്റെ എന്താണ്? 2ഉം വരും. അതേപോലെ 3യുടെ എന്താ? 7 അല്ലെ, അതേപോലെ 7ന്റെ എന്താ? 3. അപ്പൊ അതും പഠിച്ചു വെച്ചേക്കുക. 3യുടേത് 7, 7ൻ്റെത് 3. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നമ്പറിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നോക്ക്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്യൂബ് റൂട്ട് ഓഫ് 216 ഇതുവരെയുള്ള ക്യൂബ് റൂട്ടുകൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇതിന് ശേഷമുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ 216ന്റെ ക്യൂബ് റൂട്ട് എന്ത് വരും? എന്താ? 6 ആണ് അല്ലെ. അപ്പം അതേപോലെ ഇപ്പൊ ഇതിനകത്തുള്ളതെല്ലാം നമുക്ക് ക്യൂബ് റൂട്ട് അറിഞ്ഞിരിക്കണം. ഇനിയും ഈ ഒരു ഡേറ്റയും കൂടെ ഉണ്ടെങ്കിൽ, അതായത് 2ൻ്റെത് എൻഡ് ചെയ്യുന്നത് 8ലാണ്, 8ൻ്റെത് 2, 3ൻ്റെത് 7, 7ൻ്റെത് 3, 1, 4, 5, 6, 9 അതാത് നമ്പേഴ്സ് തന്നെ. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്യൂബ് റൂട്ട് ഓഫ് 5832. അപ്പൊ നമ്മൾ ഏതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തായിരുന്നു? 2ൻ്റെത് 8 ആണ്, 8ൻ്റെത് 2 ആണ്, 3ൻ്റെത് 7 ആണ്, 7ൻ്റെത് 3 ആണ്, 1, 4, 6, 5, 9 അല്ലെ. ഈ നമ്പേഴ്സ് എല്ലാം അതാത് നമ്പേഴ്സ് തന്നെ. പിന്നെ 1 തൊട്ട് 10 വരെയുള്ള ക്യൂബുകളും കാണാതെ അറിഞ്ഞിരിക്കണം. ഇനി സ്റ്റെപ്പ് നോക്കിയോ. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 5832. ഈ നമ്പറിന്റെ ക്യൂബ് റൂട്ട് കാണുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ശ്രദ്ധിച്ചു. എന്താ ചെയ്യേണ്ടത്? ഈ നമ്പേഴ്സിനെ ക്യൂബ് അല്ലെ, റേസ് ടു 3 അല്ലേ. അപ്പൊ നമ്മൾ ഈ നമ്പേഴ്സിനെ ഈ അറ്റത്ത് നിന്ന്, അതായത് വൺസ് പ്ലേസിൽ നിന്ന് എന്ത് ചെയ്യണം? 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. നോക്കിയേ, 1, 2, 3 ഒരു ഗ്രൂപ്പ്. അടുത്തത് 1 ഉള്ളെങ്കിൽ 1, 2 ഉണ്ടെങ്കിൽ 2, 3 ആണെങ്കിൽ 3, എത്ര ആണെങ്കിലും ഇവിടുന്ന് ഗ്രൂപ്പ് ചെയ്യുക. 1, 2, 3 ഒരു ഗ്രൂപ്പ്, ബാക്കി 5 ഒരെണ്ണേ ഉള്ളൂ, അതൊരു അടുത്ത ഗ്രൂപ്പ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്താണ്? 2 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പർ ആണ്.
ഏകദേശം 6 ഡിജിറ്റ്സ് വരെയുള്ള ക്യൂബ് റൂട്ട് വരുമ്പോൾ നമുക്ക് 2 ഡിജിറ്റ് നമ്പറിന്റെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ 2 നമ്പറേ കാണത്തുള്ളൂ. അപ്പൊ 2 ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 2 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? 2 ആണെങ്കിൽ 8 വരും, 8 ആണെങ്കിൽ 2 വരും. അതിനായത് പഠിച്ചു വെച്ചേക്കുന്നത് അല്ലെ. അപ്പൊ 2 ഒരു 8ന്റെ സ്ക്വയർ ക്യൂബ് എടുക്കുമ്പോഴല്ലേ നമുക്ക് 2ല് എന്താ വരുന്നത്, യൂണിറ്റ് പ്ലേസിൽ വരുന്നത് അല്ലെ. അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കുക. ഇവിടെ 2 ആണെങ്കിൽ ആൻസർ എന്ത് എഴുതണം? 8 എഴുതണം. 8 ആണെങ്കിൽ 2 എഴുതണം. 3 ആണെങ്കിൽ 7 എഴുതുക. 7 ആണെങ്കിൽ 3 എഴുതുക. ഈ നമ്പേഴ്സ് വല്ലതും ആണെങ്കിൽ അതാത് നമ്പർ തന്നെ എഴുതുക. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 2 വന്നു, അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതണം? ആൻസറിൽ 8. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത ഗ്രൂപ്പ് എടുത്തു. ഇത് നമുക്ക് ഈ ഒരു നമ്പർ എഴുതാൻ വേണ്ടി മാത്രം. ഇനി അടുത്ത നമ്പർ 5. 5 ഏത് ക്യൂബിന്റെ അകത്ത് വരുന്നതാണെന്ന് നോക്കുക. പറഞ്ഞ മനസ്സിലായോ? ഏതാണ്? 1 ക്യൂബ് എന്ന് പറഞ്ഞാല് 1, 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8. അപ്പൊ ഇതിന് 1 ക്യൂബിനും 2 ക്യൂബിനും ഇടയിലല്ലേ ആ പറയുന്ന നമ്പർ 5 വരുന്നത്. അപ്പൊ 1 ക്യൂബ് ആണോ 2 ക്യൂബ്, അല്ലെങ്കിൽ 1 ആണോ 2 ആണോ ചെറുതെന്ന് നോക്കുക. മനസ്സിലായോ? 1 ആണോ ഈ സൈഡിലെ കേട്ടോ, 1 ആണോ 2 ആണോ ചെറുത്? 1. അപ്പൊ ആ ചെറിയ നമ്പർ എഴുതുക. ക്ലിയർ ആണോ? മനസ്സിലായോ? എന്താണ് പിന്നെ നോക്കേണ്ടത്? ഒന്നുകൂടെ പറയാം. 5, 8, 3, 2. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ ഗ്രൂപ്പ് ചെയ്യുക. 1, 2, 3 മൂന്നായിട്ട് ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതൊരു ഗ്രൂപ്പ്, ഇത് അടുത്ത ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നോക്കുന്നത് എന്താ? ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ ഏത് നമ്പറാന്ന് നോക്കുക. 2 ആണ്. അപ്പൊ നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്ത് എഴുതണം? 8 എഴുതണം. അവിടെ 8 ആണെങ്കിൽ 2 എഴുതും, 3 ആണെങ്കിൽ 7 എഴുതും, 7 ആണെങ്കിൽ 3 എഴുതും. ഇനി ഈ നമ്പേഴ്സ് വല്ലതും ആണെങ്കിൽ അതാത് 1 ആണെങ്കിൽ 1 എഴുതും, 4 ആണെങ്കിൽ 4 എഴുതും, അതാത് നമ്പേഴ്സ് എഴുതും. ഇനി അടുത്തത് നമുക്ക് ഇതാ വേണ്ടത്. ഈ 5 എന്ന് പറഞ്ഞാൽ ഏത് ക്യൂബുകളുടെ ഇടയിലാണെന്ന് നോക്കുക. നമുക്ക് ആലോചിക്കാം. 1 ക്യൂബ് 1 ആണ്, 2 ക്യൂബ് 8. അപ്പൊ ഇതിന്റെ ഇടയിലാണ് 5 വരുന്നത് അല്ലെ. അപ്പൊ ഇതിലെ ചെറുതാണ്, ഈ വാല്യൂസിലെ ചെറുതെന്നല്ല. 1 ആണോ 2 ആണോ ചെറുതെന്ന് നോക്കുക. 1 അല്ലെ. സോ 1 എഴുതുക. നമ്മൾ ഡിവിഷൻ ഒക്കെ ചെയ്യത്തില്ലേ, ഏതിനുള്ളിലാണ് വരുന്നത് നോക്കിയിട്ട് അത് ചെയ്യത്തില്ലേ, അതേപോലെ. സോ ഇവിടെ എന്ത് വന്നു? 18. സോ ആൻസർ എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 5832 എന്ന് പറഞ്ഞാൽ 18 ആണ്. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 13824. നിങ്ങളൊന്ന് തന്നെ ചെയ്ത് നോക്കിയേ. എന്താ ചെയ്യേണ്ടത്? 13824 ഈ നമ്പറിന്റെ ക്യൂബ് റൂട്ട് ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക അല്ലെ. 1, 2, 3, 1, 2 ഇത് മതി. ഓക്കെ, അപ്പൊ ഇതൊരു ഗ്രൂപ്പ്, ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇനി എന്താ നോക്കേണ്ടത്? ഇവിടെ 4 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഞാൻ പറഞ്ഞു 2 ഡിജിറ്റ് ആയിരിക്കും അല്ലെ. 6 ഡിജിറ്റ്സ് വരെയുള്ള ചോദ്യങ്ങളാണ് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത്. അത് 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ 4 ആണ്. അപ്പൊ നമ്മുടെ ആൻസറിൽ എന്ത് വരണം? 4 തന്നെ അല്ലെ. 1, 4, 6, 5, 9 അല്ലെ. ഇതെല്ലാം വന്നാൽ അതാത് നമ്പർ തന്നെ അല്ലെ. അപ്പൊ 4 ആയതുകൊണ്ട് നമ്മുടെ ആൻസർ 4. ഇനി 13 ഏത് ക്യൂബുകളുടെ ഇടയിലാണെന്ന് നോക്കുക. നോക്കിയേ. 1 ക്യൂബ് നമുക്കറിയാം 1, 2 ക്യൂബ് നമുക്കറിയാം 8, 3 ക്യൂബ് നമുക്കറിയാം 27 അല്ലെ. അപ്പൊ 13 എവിടെ? ഇതിന്റെ ഇടയിലാണ് വരുന്നത് അല്ലെ. 2 ക്യൂബിനും 3 ക്യൂബിനും ഇടയിലാണ് വരുന്നത്. അതിലെ ചെറുതായ 2 അല്ലെ. സോ 2. സോ ആൻസർ എന്ത് വരും? 24. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, 24. മനസ്സിലായോ? അപ്പൊ ഇതേപോലുള്ള കുറച്ച് നമ്പേഴ്സ് നിങ്ങൾ എടുത്ത് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് ഒരു ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. ഇപ്പൊ 32ന്റെ ക്യൂബിന്റെ വാല്യൂ നിങ്ങളൊന്ന് കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഈ മെത്തേഡിൽ ക്യൂബ് റൂട്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അങ്ങനെ 2-3 നമ്പേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ മെത്തേഡ് പഠിച്ചോളും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതേപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് കിട്ടാം അല്ലെ. ഇത് ക്യൂബ് റൂട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് അറിയണമെങ്കിൽ, ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ അറിയണം. ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയേ. അപ്പൊ എന്താ? ആദ്യം ഇവിടുന്ന് വരിക അല്ലെ, ചെറുതിന്ന് വരിക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇതിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. 2197ന്റെ ക്യൂബ് റൂട്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച രീതി വെച്ചിട്ട് ഒന്ന് കണ്ടുപിടിച്ചേ. എങ്ങനെ? 3 ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഇവിടെ 7 ആണ് അല്ലെ. യൂണിറ്റ് പ്ലേസിൽ 7 ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും? നമ്മുടെ ആൻസറിലെ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലെ. സോ 3. ഇനി 2 ഏത് ക്യൂബുകളുടെ ഇടയിലാണ് വരുന്നത്? 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്, 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലെ. അപ്പൊ ഇതിനിടയിലാണ്. സോ അതിലെ ചെറുതായ 1 എടുക്കുന്നു. സോ 13ന്റെ സ്ക്വയർ ക്യൂബ് ആണ് 2197 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് സോൾവ് ചെയ്തു. ഇനി എന്താണ്ട് ബാക്കി എന്താ? ഇത് നമ്മൾ സോൾവ് ചെയ്ത് 13 എന്ന് എഴുതി. ബാക്കി 987 പ്ലസ് 13 അല്ലെ. ഇവിടെ ക്യൂബ് റൂട്ട് നമ്മൾ ഓരോന്നോരോന്നിട്ട് എടുക്കുവാണേ. അപ്പൊ ഇത് നമ്മൾ ചെയ്തു, 13 എന്ന് കിട്ടി. പിന്നെന്താ? 987 പ്ലസ് ദാറ്റ് 13 ചെയ്യണം അല്ലെ. എന്ത് കിട്ടും?
അത് സോൾവ് ചെയ്തേ. 10 അല്ലേ, നോക്ക് 1000 എന്ന് കിട്ടി അല്ലേ. അപ്പൊ 1000ന്റെ ക്യൂബ് റൂട്ട് കാണണം. 1000ന്റെ ക്യൂബ് റൂട്ട് നമ്മൾ പഠിച്ച 1 തൊട്ട് 10 വരെയൊക്കെ തൊള്ളല്ലേ. അപ്പൊ 10ന്റെ ക്യൂബാണ് 1000. അപ്പൊ ഇതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 10 വരും. അപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ സോൾവ് ചെയ്തു. അതിന്റെ ആൻസർ എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ബാക്കി എഴുതാം. ബാക്കി എന്താ? 3 പ്ലസ് ഈ ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് 10 കിട്ടി. സോ 10 അതിന്റെ ക്യൂബ് റൂട്ട് കാണുക അല്ലെ. 3 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 343 ക്യൂബ് റൂട്ട് നമ്മൾ 1 തൊട്ട് 10 വരെ പഠിച്ചേക്കുന്നതിനകത്തുള്ളതാണ്. 343 എന്തിന്റെ ക്യൂബ് റൂട്ട് ആണ്? 7 അല്ലെ. 7ന്റെ ക്യൂബ് ആണ് 343. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 343 ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 7. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് ഡെസിമൽ വരുന്നുണ്ടല്ലേ. ഡെസിമൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കേണ്ടത്? ആദ്യം ഒരു കാര്യം നോക്കുക. ഡെസിമൽ ഇല്ലാതെ തന്നെ, ഡെസിമലിനെ കൺസിഡർ ചെയ്യണ്ട, ഡെസിമൽ ഇല്ലാതെ ഈ നമ്പർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 216 അല്ലെ. അതിന്റെ ക്യൂബ് റൂട്ട് ആദ്യം കണ്ടുപിടിച്ചോളുക. മനസ്സിലായോ? ഡെസിമൽ വരുന്ന ക്വസ്റ്റ്യൻ വരുമ്പം ഡെസിമലിനെ ആദ്യം നമ്മൾ ഡെസിമലിനെ നോക്കണ്ട, ഡെസിമൽ ഇല്ലാതെ ആ നമ്പർ എടുത്ത് എഴുതുക. എന്ത് വരും? 216 അല്ലെ. അപ്പൊ ആ നമ്പറിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. എന്താ 216ന്റെ ക്യൂബ് റൂട്ട് നമുക്ക് അറിയാവുന്നതല്ലേ. 6ന്റെ ക്യൂബാണ് 216 അല്ലെ. അപ്പൊ നമ്മൾ പഠിക്കുന്നതിനകത്തുള്ളതാ. സോ ഇതിന്റെ ക്യൂബ് റൂട്ട് നമുക്ക് 6 എന്ന് വന്നു. ഇനി നമ്മൾ ആൻസർ എഴുതാൻ പോകും. ഫൈനൽ ആൻസർ എഴുതേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നോക്കിയേ, ക്വസ്റ്റ്യനില് ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റുകൾ ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 അല്ലെ. 6 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മളിത് ക്യൂബാണ്, ക്യൂബ് റൂട്ട് ആണ്, അത് ഓർമ്മ വേണം. അപ്പൊ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് എത്ര കിട്ടുമോ അത്രയുമാണ് നമ്മുടെ ആൻസറിൽ ഡെസിമലിന് ശേഷം ഉണ്ടായിരിക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? എന്താണ് ഡെസിമലിന് ശേഷം? ഇപ്പൊ ഇവിടെ 6 ഉണ്ട്. 6നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. ക്യൂബ് റൂട്ട് ആ ഒരു 3 ഒന്ന് ആലോചിച്ചാൽ മതി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് എന്ത് വരും? ഉത്തരം 2 എന്ന് കിട്ടി അല്ലെ. അപ്പം നമ്മുടെ ആൻസറിൽ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റേ കാണാവൂ. മനസ്സിലായോ? സോ എന്ത് വരും? ഒരെണ്ണം ഉണ്ട്, ഒരു 0 ഇടുക, ഡെസിമൽ ഇടുക. 0.06. ഏത് വരും? ഓപ്ഷൻ സി ആണ് വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഇപ്പം 9 ഡെസിമിലേഷൻ 9 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് ആൻസർ 3 എന്ന് കിട്ടും. അപ്പൊ നമ്മളുടെ ഉത്തരത്തില് ഡെസിമലേഷൻ 3 ഡിജിറ്റേ കാണാവൂ. അപ്പൊ എത്ര ആണോ ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ഡെസിമൽ ഇല്ലാതെ തന്നെ ആ ഡെസിമലിനെ മാറ്റി നിർത്തി നിങ്ങൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനില് ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 6 എണ്ണം. ആ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? 2 എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമ്മുടെ ഉത്തരത്തില് ഡെസിമലിന് ശേഷം 2 ഡിജിറ്റേ കാണാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ 6 നമുക്ക് ഉത്തരം കിട്ടിയാൽ ഒരു 0യും കൂടി ഇടുക, ഡെസിമൽ ഇടുക. 0.06. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യൂബ് റൂട്ട് ഓഫ് 4, 12, 125 എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ. മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നത്? ഫോർ എക്സാമ്പിൾ 5/1/2 ഇതിനെ എങ്ങനെയാ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നത്? നോക്കിയേ, 5 × 2 + 1/2. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ A/B/C ഇങ്ങനെ കിടക്കുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ A × C ചെയ്യുക, പിന്നെ B അതിന്റെ കൂടെ കൂട്ടുക, ബൈ ഇവിടെ കിടക്കുന്ന ഈ ഒരു ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ബൈ C. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? 5 × 2 10, 10 + 1 11, 11/2 എന്ന് എഴുതാം. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഒന്ന് ചെയ്തേ. എന്താ ചെയ്യേണ്ടത്? 125 × 4 ചെയ്യുക അല്ലെ. 20 എന്ത് വരും? 500 എന്ന് വന്നു അല്ലെ. ഇനി എന്താ ചെയ്യേണ്ടത്? 500നെ 12ന്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 512 ബൈ താഴെ എന്താണ്? 125. ക്ലിയർ ആണോ? ഇങ്ങനെ എഴുതാം. ഓക്കെ. ഇനി നിങ്ങളൊന്ന് നോക്കിയേ. ഇനി ഇതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുക. ന്യൂമറേറ്ററിന്റെയും ക്യൂബ് റൂട്ട് എടുക്കുക, ഡിനോമിനേറ്ററിന്റെയും ക്യൂബ് റൂട്ട് എടുക്കുക. എന്ന് എടുത്തേ. നോക്കിയോണം, ഇങ്ങനെ എഴുതിയാൽ താണ്ടെ A/B ക്യൂബ് റൂട്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? ക്യൂബ് റൂട്ട് ഓഫ് A ബൈ ക്യൂബ് റൂട്ട് ഓഫ് B ചെയ്താൽ മതി അല്ലെ. ഓക്കെ. 512 എന്തിന്റെ ക്യൂബാണ്? നമുക്കറിയാവുന്ന അല്ലെ. നമ്മൾ 1 തൊട്ട് 10 വരെ പഠിക്കുന്നതിനകത്തുള്ള 8ന്റെ ക്യൂബാണ് 512. അപ്പൊ 512ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 8 ബൈ 125 5ന്റെ ആണ് അല്ലെ. സോ 8/5 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനി എന്താ ചെയ്യേണ്ടത്?
നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ആൻസർ 855 അത് കറക്റ്റ് ആണ്, പക്ഷെ എന്താ ഇതിനകത്ത് കിടക്കുന്നത് പോലെ പറയണം അല്ലെ, ഏത് ഓപ്ഷൻ ആണെന്ന് പറയുക. ഒരു രീതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ഓപ്ഷൻസും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 5 × 1 + 2 7/5 ആണ് അല്ലെ. ഇനി 5 × 1 + 3 8/5. അപ്പൊ ഇതല്ലേ കറക്റ്റ്, ബി 1 3/5. ഇനി ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചേക്ക്, ഇതിനെ തിരിച്ചാക്കാനുള്ള ഒരു സ്റ്റെപ്പ് കൂടെ പഠിച്ചു വെച്ചേക്ക്. 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ത് വരും ഇവിടെ, 5 അല്ല 1, സോ 5 3 അല്ലെ. എന്താ ചെയ്യേണ്ടത്, ആൻസർ എന്താണോ അത് എഴുതുക 1. ദെൻ എന്താണോ ശിഷ്ടം വന്നത് അല്ലെങ്കിൽ റിമൈൻഡർ എന്ത് വന്നോ അത് 3. പിന്നെ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്ത് അത് 1 3/5. ക്ലിയർ ആണ്. ഇതാണ് ഈ സ്റ്റെപ്പ്. നമ്മൾ എങ്ങനെ 8/5നെ ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ എഴുതാമെന്ന് ചോദിച്ചാൽ 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ത് വന്നു, റിമൈൻഡർ 3 വന്നു. സോ അപ്പോൾ ആൻസർ എന്ത് കിട്ടിയോ അത് ആദ്യം എഴുതുക 1. പിന്നെ എന്താണോ റിമൈൻഡർ അല്ലെങ്കിൽ എന്താണോ ശിഷ്ടം വന്നത് അത് എഴുതുക 3 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു അത് എഴുതുക 1 3/5. ക്ലിയർ ആണോ? ആൻസർ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 1 3/5 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് 392 must be multiplied so that the product is a perfect cube? 392 എന്ന് പറഞ്ഞ ഒരു നമ്പറിന്റെ കൂടെ ഏത് ചെറിയ നമ്പർ തന്നിരിക്കുന്നതിനകത്ത് ഏത് ചെറിയ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് പ്രോഡക്റ്റ് ഒരു പെർഫെക്റ്റ് ക്യൂബായിട്ട് കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പം അത് ചെയ്യാനായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു നമ്പർ, ഇപ്പം ഈ ഒരു നമ്പർ അല്ലെങ്കിൽ ഏതൊരു നമ്പർ ആണെങ്കിലും അത് പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ അതിന്റെ പ്രൈം ഫാക്ടേഴ്സ്, അതായത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് ഈ നമ്പേഴ്സിന്റെ പ്രൈം ഫാക്ടേഴ്സ് ഒന്ന് കണ്ടുപിടിച്ചേ. പ്രൈം നമ്പറിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നൊന്ന് കണ്ടുപിടിച്ചേ. എന്ത് ചെയ്യണം, ഇതിനെ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക അല്ലേ. ഇപ്പൊ ഇവിടെ നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്കറിയാം. സോ 2 വെച്ച് ചെയ്തേ. 2 കൊണ്ട് ചെയ്താൽ എന്ത് വരും, 1. റിമൈൻഡർ ഡിവൈഡ് ചെയ്തോളുക. 392 നിങ്ങൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തോളുക. 1 എന്തോന്ന് 9 18 6 അല്ലെ, 196. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്തേ, എന്ത് വരും 98. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്തേ, എന്ത് വരും 49. ഇനി 49 എന്ന് പറയുമ്പോൾ എന്താ 7 × 7 അല്ലെ, 7 ആണ് ഫാക്ടർ. ഓക്കെ, അപ്പൊ 392 നമുക്ക് എങ്ങനെ എഴുതാം, 7 × 7 ഇൻറ്റു പിന്നെ 3 2 അല്ലെ, 2 × 2 × 2. ഇതാണ് 392 എന്ന് പറഞ്ഞത് അല്ലെ. ഇങ്ങനെ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ എഴുതിയേക്കുക. ഇനി നമുക്ക് ഇങ്ങനെ പവർ എഴുതിക്കൂടായോ, 7² ഇൻറ്റു 2 എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം, 2⁻3. ക്ലിയർ ആണോ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ ഒരു നമ്പർ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവണം എന്നുണ്ടെങ്കിൽ, പെർഫെക്റ്റ് ക്യൂബ് ആവണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഇവനെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതിയാൽ, ഇപ്പം P⁻⁴ പ്രൈം ഫാക്ടേഴ്സ് എഴുതിയാൽ ഇതിന്റെ പവർ ഉണ്ടല്ലോ, P⁻m Q⁻n R⁻O. ഒരു നമ്പറിനെ നമ്മൾ ഇങ്ങനെ എഴുതി. ഇപ്പൊ ഈ ഒരു 392 നമ്മളിപ്പോ ഇങ്ങനെ എഴുതിയില്ലേ, 7² 2�3. അതുപോലെ ജനറൽ ആയിട്ട് ഞാൻ പറയും, ഒരു നമ്പറിനെ നമ്മൾ ഇതേപോലെ എഴുതിയാൽ ഇതിന്റെ പവറുകൾ, അതായത് M N O ഈ പവറുകൾ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെ. ക്യൂബാണ്, പെർഫെക്റ്റ് ക്യൂബാണ് പറയുന്നത്. ഇതേപോലെ നമുക്ക് സ്ക്വയറും പഠിക്കാനുള്ളതാ. പറഞ്ഞ മനസ്സിലായോ? സ്ക്വയർ ആകുമ്പോൾ 2ൻ്റെതെന്ന് പറയും. ക്യൂബ് ആയതുകൊണ്ട് എന്താ, ഈ ഒരു നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടേഴ്സിന്റെ പവറിൽ എഴുതിയാൽ ഈ പവറുകൾ എന്തായിരിക്കണം, 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ക്ലിയർ ആണോ? അപ്പം നോക്കിയേ, അപ്പൊ നമ്മൾ 392നെ നമ്മൾ എങ്ങനെ എഴുതി, 7² × 2³ എന്ന് എഴുതി. അപ്പം എന്താ, ഇതിന്റെ പവർ എത്ര, ഇവിടെ 2 ഇവിടെ 3. ക്ലിയർ അല്ലേ? അപ്പം ഇത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 3യുടെ മൾട്ടിപ്പിൾ. അപ്പൊ ഇത് ഓക്കെ. ഇതോ 3യുടെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 3യുടെ മൾട്ടിപ്പിൾ ആവാൻ എന്ത് ചെയ്യണം, ഒരു 7ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്താൽ ശരിയാവത്തില്ലേ? ഇതിന്റെ കൂടെ ഒരു 7ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്താൽ അത് 7³ 2⁻3. അപ്പൊ 3യുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 7 മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആകും. അപ്പൊ ഇത് ഇത്രയും 392 392ന്റെ കൂടെ ഒരു 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആ പ്രോഡക്റ്റ് പെർഫെക്റ്റ് ക്യൂബ് ആകും. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ പ്രൈം ഫാക്ടേഴ്സ് ആക്കുക, എന്നിട്ട് ഇതിന്റെ പവർ നോക്കുക അല്ലെ. പവറിൽ എന്താ 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമ്മൾ നോക്കുക. അല്ലാത്തതിനെ അത്രയും കൂടെ മൾട്ടിപ്പിൾ ആവാനുള്ള നമ്പേഴ്സ് അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. പറഞ്ഞ മനസ്സിലായോ?
അപ്പോൾ ഇന്ന് ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ, എങ്ങനെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാമെന്നും അത് വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം. ഇതേപോലെ നിങ്ങൾ ഓരോ ടോപ്പിക്കുകൾ പഠിക്കുക, ഓരോ ടോപ്പിക്ക് കൺസെപ്റ്റ് അനുസരിച്ച് നന്നായിട്ട് പഠിക്കുക, അതിന്റെ പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ 2024 നമ്മുടെ CCയുടെ നവോദയ എക്സാമിന് ജയിച്ച കുട്ടികളാണ്, നമ്മുടെ CCയുടെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളുടെ 2025 എക്സാം ഇപ്പോൾ ഉടനെ വരും അല്ലെ, 6th നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു അല്ലേ. അപ്പൊ അത് ഉടനെ തന്നെ നമ്മുടെ ക്ലാസ് 9th നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ പഠനം തുടങ്ങുക. അപ്പൊ നമ്മുടെ ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ നമുക്ക് ഫ്രീ ഡെമോ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ പറ്റി അറിയാൻ നിങ്ങൾക്ക് ഈ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമുക്ക് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ, എല്ലാ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് ആവശ്യമുള്ളവർക്ക് അതും ഉണ്ട്. അതേപോലെ മോക്ക് എക്സാമുകളും ഒക്കെ നമ്മൾ നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് അടുത്ത ഒരു ഫെബ്രുവരിയിലൊക്കെ ഇതിൻ്റെ എക്സാം കാണുമല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സിലബസ് ഫുള്ള് കവർ ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.